ഇവിടെ ഒരുത്തനാണെങ്കിൽ കാമുകയും വിളിച്ച് തകർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് കട്ടിലടി കള്ളൻ ഇരിക്കുന്നത്. പെട്ടെന്നാണ് കള്ളൻ ഈ പെണ്ണിൻ്റെ ശബ്ദം കേട്ടിട്ട് സംശയം തോന്നി അവൻ്റെ ഭാര്യയെ വിളിക്കുന്നത്. ഉടനെ അവൻ്റെ ഭാര്യ കട്ടിലിൻ്റെ മുകളിൽ ഇരുന്ന് ഫോൺ എടുത്തിട്ട് പറയും അവൾ ജിമ്മിലാന്ന്. അവനാണെങ്കിൽ സങ്കടം കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ടാണ് ദേഹത്തെല്ലാം ചെളി തേച്ചിട്ട് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ച് ചെന്നിട്ട് ആക്സിഡൻ്റായി ഫോൺ ഒന്ന് തരുമോ എന്ന് അവിടുത്തെ പുള്ളിയോട് ചോദിക്കും. പുള്ളി ഫോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും അവൻ ദേഷ്യപ്പെട്ട ആ റൂമിലേക്ക് ചെല്ലും. പക്ഷേ അവിടെ ഭാര്യയെ കാണത്തില്ലായിരുന്നു. ഉടനെ കാമുകൻ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇവൻ്റെ കയ്യിലെ മോഷ്ടിച്ച സാധനങ്ങൾ കാണുന്നത്. ഉടനെ തന്നെ ഇവൻ ഇഴിച്ചിടും. എന്നിട്ട് കട്ടിൽ കെട്ടിയിട്ടിട്ട് കാമുകിയോട് പറയും ഇവനെ നോക്കിക്കോളാൻ. അങ്ങനെ കാമുകൻ പോയ ശേഷം കാമുകയാണെങ്കിൽ കെട്ടിയവനെ ഇവള് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരമ്മ ഉടക്കാകുമ്പോൾ അവൾ പറയും അവൾക്ക് ക്യാഷാ മുഖ്യമെന്ന് പറയും. ഉടനെ ഇവൻ്റെ കയ്യിലെ സ്വർണ്ണമെല്ലാം കാണിച്ചിട്ട് പറയും ഇവൻ്റെ കൂടെ തന്നെ വരാൻ പറയും. അങ്ങനെ അവളെ അതെല്ലാം എടുത്ത് അവളെ ഡ്രസ്സിൻ്റെ അകത്താക്കും. എന്നിട്ട് ഇവനോട് പറയും ബാക്കിയുള്ളത് നമ്മൾ മോഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സേഫിൽ നിന്ന് പൈസ എല്ലാം അവൾ എടുത്ത് കൊടുത്തു വിടും വേണ്ടി. അങ്ങനെ കാമുകൻ തിരിച്ച് പോലീസുമായിട്ട് വരുമ്പോഴത്തേക്കും ഇവള് വന്നിട്ട് പറയും കള്ളനോട് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അന്നേരമാണ് കള്ളൻ ആ റൂമിൻ്റെ അകത്താണ് പോലീസുകാരെ വിളിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവൻ പറയുന്നത് ഇവന് ഭാര്യയും കൂടെ പ്ലാൻ ചെയ്താൽ ഇതെല്ലാം ചെയ്തതെന്ന്. ഈ സംശയമുണ്ട് അവളുടെ ഡ്രസ്സ് നോക്കാനും കൂടി പറയും. അങ്ങനെ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യും.